വർഷത്തെ ഹജ്ജിന്റെ പ്രധാന കർമ്മങ്ങളെല്ലാം പൂർത്തിയായി. ഇന്നത്തെ ജംറയിലെ കല്ലേറ് കർമ്മങ്ങളും തീർത്ത് ഹാജിമാർ മിനായോട് പൂർണ്ണമായും വിട പറയും. ഇന്നു മുതൽ മക്കയോട് യാത്ര പറയുന്ന വിടവാങ്ങൽ ത്വവാഫിന്റെ തിരക്കിലേക്ക് ഹറം മാറും. അതായത് കഅബക്കരികിലെത്തി മക്കയോട് വിട പറയുന്ന അവസരത്തിന് ദൈവത്തോട് നന്ദി പറയുന്ന കർമ്മം. വിടവാങ്ങൽ ത്വവാഫിനായി ഹറമിൽ വൻ തിരക്കുണ്ട്. 3 ദിവസം കനത്ത തിരക്ക് ഹറമിലുണ്ടാകും. മലയാളി ഹാജിമാർ ഓരോ സംഘങ്ങളായെത്തി ഇവ പൂർത്തിയാക്കും. ഇതിനുശേഷം അവർ മദീനയിലേക്ക് പുറപ്പെടും. മദീനയിൽ 8 ദിവസത്തെ താമസം കഴിഞ്ഞ് അവർ നാട്ടിലേക്ക് തിരിക്കും. അതേസമയം സ്വകാര്യ ഗ്രൂപ്പുകളിലെ മലയാളി ഹാജിമാർ ഇന്നു മുതൽ തന്നെ നാട്ടിലേക്ക് മടങ്ങിത്തുടങ്ങും. മദീന വഴിയെത്തിയ ഇന്ത്യൻ ഹാജിമാരും മറ്റന്നാൾ മുതൽ സ്വദേശങ്ങളിലേക്ക് യാത്ര തിരിക്കും. കർക്കശമായ നിയന്ത്രണം ഇത്തവണ ഹാജിമാർക്ക് ഗുണമായി മാറി. ഈ വർഷം ഹജ്ജ് നിർവഹിച്ചത് 1,06,73,230 തീർത്ഥാടകരാണെന്ന് സൗദി ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് അറിയിച്ചു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഇതിൽ 1,05,6,576 വിദേശ തീർത്ഥാടകരാണ്. സൗദിയിൽ നിന്നുള്ള പൗരന്മാരും വിദേശികളും ഉൾപ്പെടുന്ന ആഭ്യന്തര തീർത്ഥാടകരുടെ എണ്ണം 1,66,654 ആണ്. പുരുഷ തീർത്ഥാടകർ 8,77,841 സ്ത്രീ തീർത്ഥാടകർ 7,95,389 അതോറിറ്റി സൂചിപ്പിച്ചു. 1,04,30,017 വിദേശ തീർത്ഥാടകർ വിമാനമാർഗവും 66,465 തീർത്ഥാടകർ റോഡ് മാർഗവും 5,904 പേർ കപ്പൽ വഴിയുമാണ് എത്തിയത്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.